ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് കണ്ടാലോ? അതൊരു വൈകുന്നേരം ആയപ്പോഴാണ് ബിരിയാണി തിന്നാനൊരു പൂതി വന്നത്. അപ്പോൾ അവർ മാത്രമല്ല എനിക്കും തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഓരോ ബിരിയാണി വാങ്ങി. അതും കഴിച്ച് ഞങ്ങൾ നേരെ റേഷൻ കടയിലേക്ക് പോയി. റേഷൻ കടയിൽ പോയ സമയത്താണ് പോകുന്ന വഴിക്ക് കരിമ്പിൻ്റെ ജ്യൂസ് നമ്മളെ പള്ളിയുടെ തൊട്ട് മുകളിലായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഉള്ളത് കണ്ടത്. അപ്പോൾ അവനത് കുടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് പിന്നെ നേരെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. ജ്യൂസ് കുടിക്കാൻ പോയ സമയത്തേക്കും അതിൻ്റെ മാമന് വേറൊരു ഓട്ടം കിട്ടി. അപ്പോൾ മാമൻ ആ ഓട്ടത്തിന് പോയി. മാമൻ വരുന്നോടം വരെ പിന്നെ ഞങ്ങൾ ജ്യൂസും കുടിച്ചിട്ട് പള്ളിയിൽ പോയി ഇരിക്കാനായിരുന്നു പ്ലാൻ ഇട്ടത്. ജ്യൂസ് കുടിച്ച് ലാസ്റ്റിൻ്റെ കുട്ടിക്ക് മീശ വരെ വന്നു. അപ്പോൾ അതും പറഞ്ഞിട്ട് പിന്നെ അവൻ ജ്യൂസിനെ കൊണ്ട് മീശ ഉണ്ടാക്കാൻ നോക്കുവാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. എടാ മാതാവ് എവിടെ? മാതാവിനെ കാണിച്ചു തരണേ എനിക്ക്. മെല്ലെ പോയാൽ മതി, വല്ലാണ്ട് സ്പീഡാക്കിയിട്ട് പോയിട്ട് വീഴണ്ട. വാ മാതാവ്, അത് മാലാക. കേറിക്കും. എന്താ ഇവിടെ ഒരു മാതാവുണ്ട്, ഇവിടെ എവിടെയോ ഒരു മാതാവുണ്ട്. ഇല്ല, കൃപാസനം പള്ളിയിലല്ലേ, ഇത് ലൂർദ് മാതാവ്. പ്രാർത്ഥിച്ചേ, കൈകൂട്ടി പ്രാർത്ഥിച്ചേ, കൈകൂട്ടി പ്രാർത്ഥിച്ചേ, കൈകൂട്ടി പ്രാർത്ഥിക്കേ. അതൊരു മാതാവും രണ്ട് മാതാവും രണ്ട് മാതാവല്ല, അത് മാതാവ്, അത് ഉണ്ണീശോ, മറ്റൊരു പുണ്യാളൻ. അതല്ലേ ഞാൻ പറഞ്ഞ പുണ്യാളൻ. പുണ്യാളിൻ്റെ മേലെ ഏതാ ഒരു മാതാവുണ്ട്, കണ്ടോ? കയ്യും കൂട്ടി മാതാവിനെ കണ്ടോ? ആ മാതാവ്. അത് പള്ളിയിൽ നിന്നൊരു മാച്ച് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടേതല്ലാത്ത സാധനമൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആളത് തിരിച്ചു വെക്കാൻ വേണ്ടി പോവാന്ന്. നല്ല കുട്ടി. അതിനുശേഷം അതും ഞാനും കുറച്ച് നേരം പള്ളിമുറ്റത്തൊക്കെ സ്പെൻഡ് ചെയ്തു. അതും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കുകയായിരുന്നു. അവനങ്ങനെ കൂട്ടൊന്നും വേണമെന്നൊന്നുമില്ല, കളിക്കാൻ ഒറ്റയ്ക്കായാലും അവൻ തന്നെ കളിച്ചോളൂ. വീഴുവേ. അത് തളർന്നില്ല, ഞാന് കുറച്ചു നേരം കൊണ്ട് ഇരിക്കാൻ വന്നേ. പിന്നെ മാമ വരുന്നുണ്ടെന്ന് ഉറപ്പത്തേക്ക് ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി. നോക്കേ മാമൻ വരുന്നുണ്ടോന്ന്. ദൂരോട്ട് പോകണ്ട, ഇവിടെ ഒന്ന് നോക്കാം. അവൻ വരുമ്പോൾ അങ്ങോട്ട് പോകാം. അവിടെ നിൽക്കി, ഇപ്പം അവൻ്റെ വണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.